ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഒരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. അപ്പോൾ ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം ബീഫ്. അപ്പോൾ നമുക്ക് കുക്കർ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഓയിൽ ഒഴിക്കരുത്, വെളിച്ചെണ്ണ. അപ്പോൾ അത് നല്ല മണം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ല വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെക്കണം കേട്ടോ. ഒന്ന് സിമ്മ് ആക്കരുത്, ഫുള്ളിൽ തന്നെ. നമുക്ക് ജസ്റ്റ് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനാണ്. നന്നായി ഫ്രൈ ആവാൻ പാടില്ല, കാരണം ഭയങ്കര ഡ്രൈ ആയി പോവും. അപ്പോൾ നമ്മൾ സോഫ്റ്റിൽ എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാൻ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഓവർ കുക്കാവാൻ പറ്റില്ല. നമ്മൾ സിമ്മിലാക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് ഡ്രൈ ആവും, ചിലപ്പോൾ പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഓവർ കുക്കാവണ്ട. അപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഫ്രൈ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായി ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.